പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രവർത്തകന്മാര് ബക്കറ്റേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പരമാവധി വലിയ സംഖ്യ ബിസ്മില്ലാഹ് എല്ലാവരും അവരുടെ കീശ ഇങ്ങനെ തപ്പി നോക്കുകയാണ് ഇപ്പൊ എല്ലാവരും. ഏറ്റവും ചെറുത് ഏതാന്ന് കണ്ടുപിടിച്ചാൽ വേണ്ടി. അങ്ങനെയല്ല, കീശയിലുള്ള നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലുതേത് എന്ന് തപ്പി നോക്കുക. അപ്പൊ കിട്ടുന്ന സംഖ്യ ഇട്ട് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം രണ്ടു വീട്ടിലും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരാണോ സംശയം ചോദിക്കുന്നത്? നമ്മളെ കേസ് പേരില്ല എങ്ങനെയാണ് അതിന്റെ ഇവിടെ ചോദിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. സാറേ, ദൈവബുദ്ധി എന്ന് പറഞ്ഞൊരു ടീമുണ്ട് എന്ന് കേട്ടു. അവരും തബ്ലീഗുകാരും ഒരേ ആൾക്കാരാണോ എന്ന് ഒരു സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചോദിക്കാൻ. തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിലുള്ള പണ്ഡിത സഭയാണ് അൽ കൗസർ ഉലമ കൗൺസിൽ. ഈ അൽ കൗസർ ഉലമ കൗൺസിൽ പ്രസിദ്ധീകരിച്ച ദേവബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിലുടനീളം അവർ സമർത്ഥിക്കുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം അത് ദേവബന്ദിസമാണ് എന്നാണ്. ദയൂബന്ദി ഉലമാക്കളിലൂടെ നടപ്പിലാക്കപ്പെട്ട ഇസമാണ്, ദേവബന്ദിസമാണ് എന്നാണ് ഈ പുസ്തകം മുഴുവൻ. ഈ പുസ്തകം തന്നെ അതിന് മറുപടി. നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഈ പുസ്തകം അവൽ മുതൽ ആഖിർ വരെ വായിച്ചു തരണോ? അതിന്റെ ആവശ്യമല്ല. ദൈവബന്ധികൾ മദ്ഹബ് അംഗീകരിക്കും, അഖീദയിലെയും കർമ്മശാസ്ത്രത്തിലെയും മദ്ഹബ് അംഗീകരിക്കും എന്ന് കേട്ടിരുന്നു. അതേ വാദം തന്നെയാണോ കേരളത്തിലെ തബ്ലീഗുകാർക്കും ഉള്ളതെന്ന്? അംഗീകരിക്കുമെന്ന് പറയുന്നതോ കേൾക്കുന്നതോ അല്ല, എന്താണ് അവര് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അംഗീകരിക്കുമെന്ന് പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഇതല്ല നോക്കേണ്ടത്. അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ ഞാൻ അതിന്റെ ഉദാഹരണങ്ങളോട് ചൂണ്ടിക്കാണിച്ചു. ഈ പറയുന്ന ആൾക്കാർ പിന്നെ ഞങ്ങൾ മദ്ഹബിന്റെ പിന്മുറക്കാരാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് പറ്റിക്കുന്ന ഏർപ്പാടെന്നല്ലാതെ അത്രയും പറ്റി നമുക്ക് മറുപടി പറയണം. പിന്നെ കാസിം നാനൂത്തവി എന്ന് പറഞ്ഞൊരു ആള് വഹാബിയാണെന്ന് ശംസുലമ പറഞ്ഞത് ഒരു സ്ഥലത്ത് വായിച്ചു. പക്ഷെ സത്യധാരയില് 2014 മെയ് മാസത്തിലെ ഒരു സത്യധാരയില് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന ഒരാള് ഈ കാസിം നാനൂത്തവി എന്ന മഹാനാണ് ദാറുൽ സ്ഥാപിച്ചത് എന്ന് പറഞ്ഞതായിട്ട് കണ്ടു. അപ്പോ ഇങ്ങനെ ശംസുലമ വഹാബിയാണെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് സത്യധാരയില് മഹാനാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഉസ്താൻ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ? പറഞ്ഞത് എവിടെയെങ്കിലും കേട്ട്? അത് ഏതൊരു സമ്മേളനത്തിന്റെ അതൊന്നുമല്ല, വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയുള്ളൂ. വ്യക്തതയും, കാരണം അതേ ഒരു പാക്ഷികത്തിൽ വന്ന രണ്ട് വിരുദ്ധ ആശയങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാതെ അതുമായി ബന്ധപ്പെട്ടില്ല. ഇവിടെ ആശയപരമായിട്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ആ സംഘത്തിന് ആദർശപരമായിട്ട് എന്താണ് പാപ്പരത്വമുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ആൻസറുകൾ നൽകുക. അപ്പോ ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ 85ാം വാർഷിക ഉപഹാരം എന്ന് പറഞ്ഞ അതില് അതാണോ നിങ്ങൾ വായിക്കുന്നത്? മൊബൈലിൽ നിങ്ങൾ നോക്കണേ? ആ മൊബൈല് അങ്ങനെ അല്ല ഉസ്താദ്. കാസിം നാനൂത്തവി എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് ഉസ്താദിന് എന്താ പറയാ? ഞാനിപ്പോ അയാളെ പറ്റി ഒന്നും പറയണില്ല. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളല്ലേ കാസിം നാനൂത്തവി? തബ്ലീഗ് ജമാഅത്ത് 1926 രൂപീകരിക്കുന്നത്. കാസിം നാനൂത്തവി 1800 ജീവിച്ചാണ്. നമ്മളിപ്പോ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ആളുകളെ കുറിച്ച് അഭിപ്രായം പറയാനല്ല ഇവിടെ, മറിച്ച് തബ്ലീഗ് ജമാഅത്ത് 1926 രൂപീകരിച്ച തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ചോദിക്കും. അത് ഞാൻ ചോദിക്കാൻ കാരണം ഈ കാസിം നാനൂത്തവി വഹാബിയാണെന്ന് ശംസുലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹാബി ആയിരിക്കും. അപ്പോ സത്യധാരയിൽ ഈ മഹാൻ ലേഖനം വായിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ എന്തുണ്ടെന്ന് പറയുമ്പോ ആ ലേഖനം എങ്ങനെ വന്നു, എന്താണ്, ആരാണ് എഴുതിയത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് എനിക്കറിയില്ല. നിങ്ങൾ ആ ലേഖനം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഉടക്കി ആ ചോദ്യമായിട്ട് വരണ്ട, അടുത്ത ചോദ്യം. സാറേ, വഹാബിയോട് ചോദിക്കുന്ന ഒരു ചെറിയ സംശയം കൂടി ചോദിക്കാൻ അനുമതി തരുമെങ്കിൽ, തബ്ലീഗ് ജമാഅത്തായിട്ട് ബന്ധപ്പെട്ടതല്ല, വഹാബികളായിട്ട് ബന്ധപ്പെട്ടാണ്. സമ്മതം തരുമെങ്കിൽ ചോദിക്കും. അത് വയലൈസലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ എന്ന ആയത്തില്
ഇമാം ഷാഫി തങ്ങൾ ഖുർആൻ ഓതി അതി ചെയ്താൽ അതിന്റെ സവാബ് മരിച്ചവരിലേക്ക് എത്തിപ്പെടൂല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇബ്നു കസീറിലുണ്ടെന്ന് വഹാബി അങ്ങനെ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാ? അതങ്ങനെ തന്നെയാണോ? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. തെബിലി ജമാഅത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. വഹാബിസ് ഈ ചോദ്യം മാത്രം ചോദിക്കാം. ഇനി അടുത്ത് തെബിലി ജമാഅത്തുമായി ബന്ധപ്പെട്ടതായിരിക്കും കേട്ടോ. പിന്നെ ആ ചോദ്യത്തിന് ആ ഇബ്നു കസീറിനേക്കാളും വലിയ ആലിമാണ് ഇമാം നവവി. ആ ഇമാം നവവി ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു നിങ്ങൾ വായിച്ചാൽ വിഷയം തീരുമല്ലോ. അല്ല അത് വായിക്കണം. നിങ്ങൾ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് അത് വായിക്കണം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തെ പറ്റി പറയുകയാണ്. അഥവാ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോ നമുക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയങ്ങളും തീരും. ഇമാം നവവി തങ്ങൾ പറയാണ്, വറുവീന ഫീ സുനനിൽ ബൈഹഖി ബിഇസ്നാദിൻ ഹസനിൻ, ഹസനായ സനദ് സഹിതം ഇമാം ബൈഹഖി തന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നബിൻ ഉമർ ഇബ്നു ഉമർ റഹിമഹുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തഹബ്ബ അൻ യഖറഅ അൽ ഖബ്ർ ബഅദ ദഫൻ അവ്വല സൂറത്തിൽ ബഖറത്തി വഹാതിമതഹാ, ഖബറിങ്കൽ മയ്യത്തിന് വേണ്ടി അൽ ബഖറ സൂറത്തിന്റെ ആദ്യവും അവസാനവും ഓതാൻ ഇബ്നു ഉമർ തങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഇതിൽ ഹദീസ് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയാ ഖാല ശാഫിഇയ്യു, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, വല്ല സ്വഹാബ്, ഷാഫി മദ്ഹബിലെ മുഴുവൻ ആളുകളും പറഞ്ഞു, യുസ്തഹബ്ബു അൻ യഖറഉ ഇൻദഹു ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആൻ വല്ലതും മരിച്ചാളുടെ അടുക്കൽ ഓതൽ സുന്നത്താണ്. ഫഇൻ ഖതമുൽ ഖുർആൻ, ഖുർആനെ പൂർണ്ണമായി ഓതുകയാണെങ്കിൽ കാന ഹസന, അത് കൂടുതൽ നല്ലതാണ്. ഇതാരാ പറയുന്നത്? ഷാഫി ഇമാമ പറയുന്നത്. ഇത് ഷാഫി ഇമാം പറഞ്ഞു എന്ന് ആരാ പറയുന്നത്? ഇബ്നു കസീറിനേക്കാൾ വലിയ പണ്ഡിതനായ ഇമാം നവവി തങ്ങളാ പറയുന്നത്. എവിടെയാ പറയുന്നത്? അവിടുത്തെ അദ്കാർ എന്ന കിതാബിന്റെ 148 പേജിലാ പറയുന്നത്. എന്നിട്ട് പിന്നെ പറയാം, അതേ സമയത്ത് ഒരാളിപ്പോ എന്താ വല്യപ്പ മരക്കാരാക്കാക്ക് വേണ്ടി അൽഫാത്തിഹ എന്ന് പറഞ്ഞു. എന്താ വല്യപ്പ മരക്കാരാക്കാക്ക് വേണ്ടി അൽഫാത്തിഹ അത് ബില്ലാഹിൽ മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആമീൻ, വേറൊന്നും ചെയ്തില്ല. ഇത് മരക്കാരാക്കൊക്കെ കിട്ടുമോ കിട്ടൂലേ? അതൊരു ചർച്ചയാണ്. ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിലെ ചർച്ചകളാണ്. ആ ചർച്ചയുടെ വിശദാംശം പറഞ്ഞുകൊണ്ട് ഇമാം നവവി തങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത പേജ് 151 പറയാം. എന്താ പറയുന്നത്? വഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നത്തിൽപ്പെട്ടു ഫി ഉസൂലി സവാബി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനെ ഓതി വെച്ചു, വേറൊന്നും പറയുന്നില്ല. എന്നാൽ അത് ഖബറിലേക്ക് എത്തൂലേ? അതിന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്ന ഖബറിലേക്ക് എത്തുന്നതാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബിലെ മഷ്ഹൂറായ അഭിപ്രായം എത്തൂല എന്നാണ്. എന്നിട്ട് നബിമാം പറയാണ്, അപ്പൊ എല്ലാ ഇമാമിയങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന രീതി ഏതാണ്? എല്ലാ ഇമാമിയങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന രീതി ഫൽ ഇഖ്തിയാറു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. അയ്യഖൂലൽ ഖാരിഉ ബഅദ ഫറാഗി, ഖുർആൻ ഓതിയതിനു ശേഷം ഓതിയവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ഇലാ ഫുലാൻ, ഞാൻ ഈ ഓതിയതിന്റെ പ്രതിഫലം എന്റെ വല്ലിപ്പയിലേക്ക് നീ നൽകണേ അല്ലാ എന്ന് ദുആ കൂടി അവിടെ ആഡ് ചെയ്താൽ ഷാഫി ഇമാമും പറയുന്നു, അല്ലാത്തോലും പറയുന്നു, സകല ഇമാമിയങ്ങളും പറയുന്നു എത്തുമെന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വെറുതെ ഓതി വെച്ചത് കൊണ്ട് എത്തൂലേ? അതിന് എത്തുമെന്ന് പറയുന്ന ഇമാമിയങ്ങളുണ്ട്, അതാണ് ബഹുഭൂരിപക്ഷം. അതനുസരിച്ച് അമല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്തോട്ടെ. ഇനി എത്തൂല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് കൂടി അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ശേഷം ദുആ ചെയ്താൽ മതി, എന്നാ കുഴപ്പമില്ല. അതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്ന് ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിൽ പറയുകയാണ്. അപ്പൊ ഇവിടെ ഇബ്നു കസീറിന്റെ വാദത്തില് ഇബ്നു കസീറിന്റെ വാചകം മാത്രം ഉദ്ധരിച്ചിട്ട് ഖുർആനോട് ഓതി വെച്ചാൽ എത്തൂല എന്നുള്ളൊരു വിഷയം മാത്രം വെച്ചിട്ട് എത്താനുള്ള പരിഹാരമാർഗം എന്ത് എന്ന് വിശദീകരിക്കുന്ന മറ്റു കിതാബുകളെ ആളുകളുടെ മുന്നിൽ വെച്ച് മറച്ചു വെക്കുന്ന ഏർപ്പാട് അത് നമുക്ക് പറ്റൂല. നമുക്ക് അതും പറയണം ഇതും പറയണം, രണ്ടും പറഞ്ഞിട്ട് എങ്ങനെ അമല് ചെയ്യണം ജനങ്ങൾ, ഇത് വിശദീകരിച്ചു കൊടുക്കും വേണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. സാറേ ഞാൻ നിർത്തി ചോദ്യം. അതിൽ ആ ഇബ്നു കസീർ തന്നെ തുടക്കത്തിൽ പറയില്ലേ ഖുർആൻ ഓതി ഹദിയ ചെയ്താലെന്ന് പറയുന്നില്ലേ? അപ്പൊ ഹദിയ ചെയ്യാനുള്ള ഉദ്ദേശം ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞാൽ അതന്നെ ദീന്
അതിനപ്പുറം ഇമാം നേവി പറഞ്ഞത് അല്ലല്ല ഉസ്താദ്, എനിക്ക് അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ ഇബിൻ കസീർ പറഞ്ഞത് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് തള്ളുകയാണെങ്കിൽ എനിക്ക് ഓക്കെ, ഒരു പ്രശ്നമില്ല. മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിൽ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ തള്ളല്ലത്, തള്ളാൻ നമുക്ക് യാതൊരു യോഗ്യതയില്ല. ഇബ്നു കസീറിനേക്കാളും വലിയ ഇമാമിയങ്ങൾ ഷാഫി ഇമാമിനെ തൊട്ട് എന്തുദ്ധരിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് എന്തുദ്ധരിച്ചു, എങ്ങനെ ഖുർആനോദനം വിശദീകരിച്ചു എന്ന് പറയുന്ന ഇബ്നു കസീറിനേക്കാൾ മുൻപുള്ള കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇബ്നു കസീറെ തള്ളുക എന്ന് പറഞ്ഞാൽ മൂപ്പരെ കുറിച്ച് തള്ളിടേ. ഇവിടെ തള്ളുക കൊല്ലുക എന്നുള്ള പ്രശ്നമല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാ അങ്ങനെ ഖുർആൻ മാത്രം ഓതി ശേഷം ദുആർക്കാതെ ഓതി വെച്ചാൽ എത്തൂല എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പരിഹാരം എന്ത് എന്ന് വിശദീകരിക്കുന്ന മറ്റു കിതാബുകൾ നമ്മുടെ മുമ്പിലുണ്ടാവുമ്പോ, ഇബ്നു കസീർ എന്ന ഷാഫി മദ്ഹബിൽ അവലംബിക്കപ്പെടുന്ന ഒരു ഫിഖ്ഹ് കിതാബൊന്നുമല്ല, അത് ഖുർആന്റെ ഒരു തഫ്സീർ പറഞ്ഞപ്പോൾ വിശദീകരണം മാത്രമാണത്. അതേസമയം ഷാഫി മദ്ഹബിനെ അവലംബിക്കേണ്ടുന്ന കിതാബുകൾ ഈ ഉയർത്തിപ്പിടിച്ച കിതാബുകളൊക്കെയാണ്. അങ്ങനെയുള്ള കിതാബുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഒരു തുണ്ടം ഇബാർത്ത് മാത്രം കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? അത് പറ്റൂല എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി തെബിരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കണം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നതിൽ തെറ്റില്ല എന്ന് തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്നറിയാം. ഖത്മുൻ നുബുവത്തിന്റെ അഥവാ പ്രവാചകത്വ സമാപനം എന്ന വിഷയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ ചില നേതാക്കന്മാർ, ആചാര്യന്മാർ വളരെ വിഷലിപ്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയസംബന്ധമായ വിശദീകരണം സാധാരണക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളത് കുറച്ച് സങ്കീർണമായതുകൊണ്ട് ആ വിഷയം നമ്മൾ പറയാതെ വിട്ടതാണ്. അപ്പോ അങ്ങനെ വിഷലിപ്തമായ ചില വാദങ്ങൾ അവിടെ ആചാര്യന്മാർ നടത്തിയിട്ടുണ്ട്, അത് വസ്തുതയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇങ്ങനെയുള്ള ഒരു സദസ്സിന് നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് അംഗീകരിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ധാരാളം കാര്യങ്ങൾ മലയാള ഭാഷയിൽ നമ്മൾ വിശദീകരിച്ചു. അത് തന്നെ മതി, ചിന്തിക്കുന്ന ആളുകൾക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ അതിന്റെ എല്ലാ വിഷലിപ്തമായ മുഅ്തസിലിയാക്കൾ എന്തെല്ലാം പറയുന്നുണ്ട്, മുഅ്തസിലിയാക്കൾ പറയുന്ന വാദങ്ങൾ, ഷിയാക്കൾ പറയുന്ന വാദങ്ങൾ, വഹാബികൾ തന്നെ പറയുന്ന അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിനെ സംബന്ധിച്ചുള്ള വഹാബികളെ പേച്ച വാദങ്ങൾ, ഇതൊന്നും ഇപ്പൊ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ പറയാറില്ല. കാരണം അതൊക്കെ സാധാരണക്കാർക്ക് ദഹിക്കുന്നതിന് അപ്പുറമുള്ള വിഷയങ്ങളായതുകൊണ്ട് അവരുടെ നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അജ്ഞാത കത്തുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. ജ്ഞാതമായ കത്തുകൾക്കേ മറുപടി ഉണ്ടാവുള്ളൂ, അജ്ഞാത കത്തുകൾക്ക് മറുപടി ഇല്ലേ ഇല്ല. അപ്പോ തബ്ലീഗ് ജമാഅത്ത്, മുജാഹിദ്, തരീഖത്ത് നിസ്കരിക്കാത്താണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കല്, യാസീൻ ദുആ ചെയ്യലും പണം വാങ്ങലും അനുവദനീയമാണോ? തബ്ലീഗ് ജമാഅത്ത്, മുജാഹിദ്, തരീഖത്ത് നിസ്കരിക്കാത്ത, തരീഖത്താണ് ബ്രാക്കറ്റിൽ നിസ്കരിക്കാത്താന്ന് എഴുതിയിട്ടുണ്ട്. തരീഖത്ത് നിസ്കരിക്കാത്തതാ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിസ്കരിക്കണം എന്ന് പറയുന്നതല്ലേ. ഇവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ, യാസീനോദി ദുആ ചെയ്യൽ, പണം സുന്നത്ത് ജമാഅത്ത് ആചാരങ്ങൾ അവിടെ പോയി നടത്താൻ പറ്റും. ഒരാളിപ്പോ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം,
അവനാന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അയാളായിട്ട് സ്നേഹബന്ധം പുലർത്തുക, അയാളുടെ ആശയത്തിന് പ്രചോദനം നൽകുക എന്ന രൂപത്തിലാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടണം. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആചാരം അവിടെ മനോഹരമായി നടത്താനാണ്. അൽ ഫാത്തിഹ, അത് ഫാത്തിഹ ഓതിയിട്ട് ഒരാൾ ദ്വാരന്റെ ബാക്കിയുള്ള ആമി ഇങ്ങനെ പറയാം. അതിപ്പോ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളൊക്കെ സംവാദത്തിന് പോകുമ്പോ അല്ലെങ്കിൽ വ്യവസ്ഥക്ക് ഇരിക്കുന്ന സമയത്ത് ഫാത്തി വിളിച്ചു കാണാൻ നമ്മൾ ദ്വാരക്കും. ഫാത്തി വിളിച്ചു നമ്മൾ മുസ്തഫ അഷ്റഫി അങ്ങാടിപ്പുറത്ത് ഒരു അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട് ഒരു സംവാദത്തിന്റെ വ്യവസ്ഥക്കിരുന്നു. അപ്പൊ നമ്മളെ ചാപ്പരങ്ങാട് കുഞ്ഞുട്ടി മുസ്ലിയാർ ഈ ഇരിക്കുന്ന ഇദ്ദേഹത്തെ പോലെ വയോവൃദ്ധനായ ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം ഫാത്തിഹ വിളിച്ചു. ചെറുതായിട്ട് നമ്മൾ ദുആ നടത്തി. അപ്പൊ അതിൽ ആമീൻ പറയേണ്ട ആൾക്കാർക്ക് ആമീൻ പറയാം, അല്ലാത്തവർക്ക് ആമീൻ പറയണ്ട. അല്ലാത്തവർക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് താങ്ങി പിടിച്ചു നിന്നോട്ടെ, അല്ലെങ്കിൽ ബാക്ക് ഭാഗം പിന്നെ പൊത്തിപ്പിടിച്ചു നിന്നോട്ടെ, എന്തെങ്കിലും ഒക്കെ അല്ല, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അതാണ് കഴിഞ്ഞേക്കിന് അങ്ങോട്ട് ഇളകിയിൽ ഹാലിളകിൽ അബ്ദുറഹ്മാൻ സലഫി ഹാലിളകിയത് മാത്രല്ല പെരും ഹാലിളകല്. ആര് പറഞ്ഞു നിങ്ങളോട് ദ്വാർക്കാൻ? ഞങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ ദ്വാർക്കാൻ പറ്റൂല, അത് ഞങ്ങളെ അപമാനിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണ്ട് പിന്നെ അങ്ങോട്ട് വിഷയത്തിൽ നിന്ന് വഴിമാറിയിട്ട് ആ ഒരൊറ്റ പോയിന്റിൽ ആ വ്യവസ്ഥ അലസ്യൽ വിരിഞ്ഞു. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങൾ മുറ പോലെ നടത്താനുള്ള ഒരു അവസരം, അതാ മട്ടം പോലെ ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യണതിനൊന്നും കുഴപ്പമില്ല, യാസീനോദിനും കുഴപ്പമില്ല. അതുപോലെ തന്നെ അവിടെ പോയിക്കട്ട് കൂട്ടമായി ദ്വാർന്ന് ആമി പറഞ്ഞ് തിരിച്ചു പോരന്നെ, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് അനുവദനീയമാണോ എന്നാ ചോദ്യം. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഏത് നിലക്കും നിലവാരത്തിലുമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് മാത്രം. നഅൂദുബില്ലാ, അത് തരീഖത്തല്ല. നിങ്ങൾ നോക്കണം, നിസ്കരിക്കണ്ട. അതിന് കാരണം എന്താ? പള്ളന്റെ ഉള്ളിൽ തീട്ടല്ലേ. പള്ളന്റെ ഉള്ളിൽ തീട്ടല്ലേ, അതുകൊണ്ട് നിസ്കരിക്കണ്ട എന്ന് പറയുന്ന മൂരാത്തി തരീഖത്തുകാർ, അവരുമായിട്ട് ഒരു നിലക്കും നമ്മൾ സഹകരിക്കാൻ പാടില്ല. എന്നാൽ അവരെ സത്യതയിലേക്ക് ക്ഷണിക്കാൻ ആവശ്യമായ അവരെ തിരിച്ചുകൊണ്ടുവരാൻ, ഹിദായത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ആവശ്യമായ യുക്തിപരമായ നീക്കങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തും വേണം. അതൊക്കെ സാന്ദർഭികമായ മഹല്ലിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും അഹ്ലുസുന്നയുമായി വിരുദ്ധമായ പ്രസ്ഥാനങ്ങളിൽ തെറ്റിദ്ധരിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സംശയ നിവാരണത്തിലുള്ള തുറന്ന വേദിയാണ്. ബഹുമാനനായ മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ ഉജ്ജ്വലമായ ഒരു വിശദീകരണം കൂടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആരും വരാനില്ലെങ്കിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും എന്ന് മാത്രം അറിയിക്കുകയാണ്. ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ ഹദീസുകളെ സംബന്ധിച്ച് ലഈഫ് എന്ന് പറയുന്ന പല ഹദീസുകളും അമലിന് പര്യാപ്തമാണ് എന്ന അർത്ഥത്തിൽ സ്വഹീഹ് എന്നും പറയും. അപ്പൊ ഉസ്താദി ഉദ്ധരിച്ച ഈ ഹദീസ്, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ ഈ ഹദീസ്, അതിന്റെ റിപ്പോർട്ടർമാരുടെ ബലാബലമനുസരിച്ച് സാങ്കേതികമായി അതിനെപ്പറ്റി ലഈഫ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അമലിന് പര്യാപ്തമാണ് എന്നതിൽ ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ല. ആ അർത്ഥത്തിൽ അത് സഹീഹാണ്. അമലിന് പര്യാപ്തം എന്ന അർത്ഥത്തിൽ സഹീഹാണ്. സാങ്കേതികമായ ഒരു പക്ഷേ അതിനെ സംബന്ധിച്ച് ലഈഫ് എന്ന് പറയും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ലാപ്ടോപ്പ് വാങ്ങിയ ഒരു ഷോപ്പിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി വിചാരിക്കുക. ആ ലാപ്ടോപ്പിന് കമ്പനി നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടാവും സാങ്കേതികമായിട്ട് 2 വർഷം. ആ 2 വർഷം കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ സർവീസൊക്കെ കഴിയും. പിന്നെ അത് കമ്പനിയുമായുള്ള ബന്ധം വിട്ടു.
പക്ഷേ ആ 2 വർഷം കഴിഞ്ഞ് 20 കൊല്ലം അത് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റൂല എന്നൊന്നും അതിനർത്ഥമല്ല. ഒരു കുഴപ്പമില്ലാതെ യാതൊരു കേടുമില്ലാതെ 20 കൊല്ലം വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ കമ്പനി അത് ഔദ്യോഗികമായിട്ട് ഗ്യാരണ്ടി തീർന്നു എന്ന് പറയും. എന്നതുപോലെ ഹദീസ് അതിന്റെ റിപ്പോർട്ടർമാരുടെ ചില ബലാബലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ ഇമാമും ആ ഇമാമ് വെച്ച മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് തികയാതെ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ലഈഫ് എന്ന് പറയുമെങ്കിലും അത് അമല് ചെയ്യാൻ മുസ്ലിം ഉമ്മത്തിന് കർമ്മമായി അനുഷ്ഠിക്കാൻ അത് പര്യാപ്തമാണ് എന്ന അർത്ഥത്തിൽ അത് സഹീഹ് തന്നെയാണ്. അപ്പൊ ലഈഫുകൾ തള്ളേണ്ടതാണ്, അത് വ്യാജമാണ്, അത് മനുഷ്യനിർമ്മിതമാണ് എന്ന വഹാബി വാദം സുന്നത്ത് ജമാഅത്തിന് നിരക്കുന്നതല്ല. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത്. ഇനി നമുക്ക് വിഷയമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിക്കും. ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വന്നാൽ അതിനവസരം നൽകും. ആരെയും സംബന്ധമായി കാണാത്തത് കൊണ്ട് ആദരണീയരായ ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഉസ്താദ് അവറുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി നമ്മുടെ മുന്നിൽ സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.